മോൻ അഞ്ഞപ്പാടാ വന്നേ? രണ്ട് ചായ എടുത്തോ. എനിക്ക് വേണ്ട ചായ. എടുത്ത് ചായ എടുക്കുന്നതാണ് ഒന്നെടുക്കും എടുത്ത്. ഏട്ടാ ഏട്ടാ, പേരോട്ട പ്രമോദനെ ഞാൻ അങ്ങാടിയിൽ വെച്ച് കണ്ടിരിക്കുന്നു. ഓനെന്നോട് ഒരു കാര്യം പറഞ്ഞിക്ക്. എന്ത്? എളമ്പിലാശ്ശേരി മാധവേട്ടൻ്റെ ഒരു മോള് കഴിഞ്ഞ ദിവസവും കല്യാണപ്പൊരയിൽ വെച്ചിട്ട് നമ്മളെ ദിനേശിനെ കണ്ടിരിക്കുന്നു. ഓനന്നേരം സൂചിപ്പിച്ചിക്ക് ഓലിക്ക് നമ്മളെ പറ്റി നല്ല അഭിപ്രായമല്ലേ ഉണ്ട്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഒന്ന് അന്വേഷിച്ചൂടെ? പേടിച്ച് ഞാൻ ഇപ്പം വരുന്ന വിധത്തിൽ അങ്ങാടിയിൽ വെച്ചിട്ട് പേരോട്ട പ്രമോദനെ കണ്ടിരിക്കുന്നു. ഓനെ എളമ്പിലാശ്ശേരി മാധവേട്ടൻ്റെ മോളെപ്പറ്റി നമുക്ക് പറ്റുമെന്നുള്ളൊരു ധാരണയിൽ സംസാരിച്ചിക്ക്. അമ്മ മരിക്കുമ്പം പറഞ്ഞിരിക്കാനു ഇവനെന്തെങ്കിലും ശരിയാക്കി എടുക്കണേന്നുള്ളൊരു കല്യാണം നോക്കണേ, നിങ്ങൾ നല്ലോണം നോക്കണേ എന്നൊക്കെ പറഞ്ഞിരിക്കാനു. നമ്മളെ ചെറിയവൻ്റെ പ്രശ്നം എല്ലാം അറിയോ? തമ്മാമിൽ അറിയുന്ന കുടുംബമല്ലേ എടുത്തി, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലേ ഒരു ചോദിച്ചിട്ടുണ്ടാവുക. ഇതൊന്ന് മൂന്നാമത്തെ പ്രാവശ്യ. കേട്ടോ പറയട്ടെ, നമുക്കിതിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. അല്ലടോ, ഈ നടുവിലക്കണ്ടി ആശുപത്രിയിൽ ഒരു ഡോക്ടർ വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഡോക്ടറാണ്. മാസത്തിൽ ഒരു നാൾ അയാൾ വരുന്നത്. അശോക് വടക്ക. അയാളെ കാണിക്കാനുള്ള ഏർപ്പാട് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു നോക്കാം. പിന്നെ ഇത് എത്രാമത്തെ പ്രാവശ്യം ഞാൻ ഇത് മോനെ വിളിക്കട്ടെ. രോഗി ഇരിക്കേ? ഓ തന്നെ സാറേ രോഗി. ആണോ? എന്താണ് പ്രശ്നം? ഇപ്പം കാണിച്ചു തരുവാൻ തന്നെ പറയൂ. നിങ്ങള് ഇപ്പൊ റെഡി ആക്കി തരാം. ഇപ്പം പറയൂ, രോഗം എന്താണെന്ന് തന്നെ കാണിച്ചു തരും. പറയാൻ പറ്റാത്ത രോഗമാണോ? കാണിക്കേണ്ട സാധനം കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കാൻ പറ്റാത്തൊരു പ്രശ്നം. അത് മൂലക്കുരുണ്ട് അസുഖം. അത് ഇവിടെ അല്ല കാണിക്കേണ്ടത്. അയ്യേ ഡോക്ടർ, ഇത് മൂലക്കുരല്ല. കുറച്ച് വെയിറ്റ് ഇപ്പം കാണിക്കും. ഓൻ തന്നെ കാണിക്കും എൻ്റെ രോഗം. എന്നാ കാണിക്കാൻ സമയമല്ല, പുറത്തൊരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയമായി. ഒന്നുകിൽ നിങ്ങൾ രോഗം പറയണം, ഇല്ലെങ്കിൽ രോഗം എന്താണെന്നുള്ളത് കാണിച്ചു തരണം. നിങ്ങൾ കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഡോക്ടറെ, ഇങ്ങനെ ഒരു രോഗം, ഇങ്ങനെയുള്ള രോഗം എന്ന് പറഞ്ഞാൽ എന്താന്ന്? അല്ല ഇങ്ങനെ അതെന്താണെന്ന് അല്ല ഇപ്പൊ കാണിച്ചു. ഇപ്പൊ ആവും, റെഡിയാ. വല്ലമനെ എന്തെന്ന് ഡോക്ടറോട് പേര് പറഞ്ഞു കൊടുക്കുക. ഡോക്ടറിനെ ചോദിക്കുന്ന സമയം പോകുന്നത് എനക്കും തിരിഞ്ഞില്ല കേട്ടാ. ഒരേ നടക്കിടക്ക് കാണിക്കുന്നുണ്ട്, മാണ്ടെടുത്തുനിന്ന് വിട്ടിട്ട് ഇത് കാണിക്കുന്നുമില്ല. നിങ്ങളിങ്ങനെ കുശുകുശു കണ്ട് ഈ രോഗം എന്താണെന്ന് പറ. എന്നെ ഒരുപാട് പേഷ്യന്റ് കാത്തുക്കുന്നുണ്ട് അവിടെ. ആവശ്യമില്ല തിരിഞ്ഞൊന്നും വരില്ല. ഓരോ കുട്ടി പറ. ആദ്യമായിട്ടാ ഡോക്ടറെ അടുത്ത് പോയിട്ട് മാനക്കേടാണ്ട്. എന്തെന്നാ ഡോക്ടറോട് പറഞ്ഞു കൊടുക്കുക? എന്തെന്നാ പറയണ്ടേ? നമ്മള് മാനസമയത്തോടൊന്നും വരുവില്ല. അല്ല കാണിച്ചിട്ടുണ്ടായി. എന്തായി നടോ? ഡോക്ടറോട് പറഞ്ഞു കൊടുക്കാനാകുന്നില്ല.
ഇവനാണെങ്കിൽ ഒന്നുമില്ല. എന്തെന്നാ ഡോക്ടർ പറഞ്ഞു കൊടുക്കണ്ടേ? രോഗമില്ലാതെ എന്തെന്നാ ആൾ പറഞ്ഞു കൊടുക്കണ്ടേ? എൻ്റെ മക്കളെ 24 മണിക്കൂർ ഇവിടുന്ന് ആയിക്കൊണ്ടിരിക്കുന്നതല്ലേ, ഡോക്ടറെ അടുത്ത് പോയി കാണിക്കാൻ അയക്കില്ല? കേടുന്നടോ ഡോക്ടറെ അടുത്ത് 1/4 മണിക്കൂർ നിന്നിട്ട് ഇപ്പാവും എന്ന് പറഞ്ഞിട്ട് രോഗത്തിന്റെ പേര് പറഞ്ഞു. ശരി മാറ്റിയത്തോളൂ ഇപ്പൊ ഏട്ടാ എടുത്തേ എന്തോ ഒരു ടെലിഫോൺ കമ്പി കയറുകൊണ്ടോ എന്തല്ലോ അങ്ങ് പറഞ്ഞു പോയി എൻ്റെ തൊട്ട് എന്തല്ലോ ഒരു സുഖം പോലെ ഉണ്ട്. എടുത്തേ എല്ലാം ഒന്ന് റെഡി ആയതുപോലെ ഉണ്ട്. പുന്നാരിച്ച് ചെറിയോൻ അങ്ങ് കിടക്കായി കഴിഞ്ഞ് ഈ അടി ഒരു 10 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ചെറിയോൻ ഒതിയാർക്കാവുന്നു, മിറ്റം നിറച്ച് മക്കളും ഉണ്ടാവുന്നു.